ആദ്യമേ പറയാം, 9,000 കോടി ആസ്തി ഉണ്ടായിരുന്ന CJ റോയ് എന്ന മഹാമനുഷ്യന്റേത് ED എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മർദ്ദത്തിലുണ്ടായ ഒരു ഹെഡ്ഷൂട്ട് മരണമായിരുന്നില്ല, മറിച്ച് IT കർണാടക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾ കാരണം ചെസ്റ്റ് ഷൂട്ട് ആയിരുന്നു എന്നുള്ളതാണ്. കർണാടകയിലെ വാർത്താ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ CJ റോയുടെ മരണത്തിന് മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രഷർ താങ്ങാനാവാതെ VG സിദ്ധാർത്ഥ, മനോജ് പർമർ, മുഹമ്മദ് സാദിഖ് ഇവരെ പോലുള്ള പ്രമുഖ വ്യവസായികൾ ആത്മഹത്യ ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചത് ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗോടുകൂടിയായിരുന്നു. ഇനി നേരെ തിരിച്ച് കർണാടക IT ഡിപ്പാർട്ട്മെന്റ് കോൺഫിഡൻസ് ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 2025 ഡിസംബറിൽ, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് കർണാടക അടച്ചുപൂട്ടിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ അവിടുത്തെ പബ് ഓണേഴ്സിനും ബിൽഡേഴ്സിനും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സിനും ഒക്കെ ആയിട്ട് പണം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് വെളുപ്പിക്കുന്നതായിട്ട് IT ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ഈ ഇൻകം ടാക്സിനെ തുടർന്നിട്ട് CJ റോയ് വിദേശത്തായിരുന്ന സമയത്ത് കർണാടകയിലെ CJ റോയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ 10-13 ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ഓഫീസുകളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം സീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ CJ റോയ് ഒരു കേസ് കൊടുക്കുകയും 3 ദിവസം മുന്നേ ഡോക്യുമെന്റുകളെല്ലാം CJ റോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് കർണാടക ഇൻകം ടാക്സിനെതിരെ കർണാടക ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കാനുള്ള വിധി പ്രഖ്യാപിച്ച അന്ന് ദിവസം തൊട്ട് ഇന്നലെ വരെ, അതായത് തുടർന്ന് 3 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് CJ റോയുടെ എല്ലാ ഓഫീസുകളിലും റെയ്ഡ് തുടരുകയായിരുന്നു. ഇതുകൂടാതെ CJ റോയെ ഐസൊലേറ്റ് ചെയ്തിട്ട് IT ഡിപ്പാർട്ട്മെന്റിലെ കൃഷ്ണപ്രസാദ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ നിരന്തരം അറസ്റ്റ് ചെയ്യുമെന്ന സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു എന്നുമാണ് CJ റോയുടെ സഹോദരൻ, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ 2003 ഇറങ്ങിയ ഐസൊലേറ്റ് എന്നൊരു കൊറിയൻ മൂവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഒരു മനുഷ്യനെ ഐസൊലേറ്റ് ചെയ്ത് അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് പൂർണ്ണമായി തകർക്കുന്ന ഒരു സീനുണ്ട്. CJ റോയ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ്. സ്വയം കോടതി ചമഞ്ഞ് നടക്കുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം കുറ്റാരോപിതർ എന്നും കുറ്റവാളി എന്ന പേരിൽ നീതി കിട്ടാതെ അലയും.